ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു നെക്സസ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഒരു ATM-ന്റെ അപ്ഡേഷൻസ് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കേരളത്തിൽ 300-ലധികം ATM-കൾ മാനേജ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് നെക്സസ്. നിങ്ങൾക്ക് ഏവർക്കും അറിയാം, കാരണം ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ടാറ്റ ഇൻഡികാഷ്, ഹിറ്റാച്ചി, EPS, വക്രാങ്കി, അതുപോലെ തന്നെ മിനി ATM-കൾ, ഇങ്ങനെ ഒട്ടനവധി ATM ശൃംഖലകൾ നെക്സസ് മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ റീസെന്റ് ആയിട്ട് ടാറ്റ ഇൻഡിക്കേഷൻ എന്നുള്ള ATM-ൽ ഒരുപാട് ചേഞ്ചസ് വന്നു. അപ്പൊ ഈ വന്നിരിക്കുന്ന മാറ്റങ്ങൾ വരാനുള്ള പ്രധാന കാരണം ടാറ്റ ഇൻഡിക്കേഷൻ എന്ന കമ്പനി ഫിൻഡി എന്ന ആഗോള ഫിൻടെക് ഭീമനുമായിട്ട് കരാറിൽ ഏർപ്പെട്ടു, അല്ലെങ്കിൽ ആ ഒരു കമ്പനിയിലേക്ക് കോപ്റ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഫിൻഡി എന്ന കമ്പനി ആദ്യമായിട്ടല്ല ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത്. അത് ഓസ്ട്രേലിയൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. അവർ മുമ്പ് ഇന്ത്യയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഒരുപാട് ബാങ്കുകളുടെ ബാക്കെൻഡായി നിന്നുകൊണ്ട് ATM ശൃംഖലകൾ പ്രവർത്തിപ്പിക്കുകയാണ് ഈ ഫിൻഡി എന്ന കമ്പനി ഈ വർഷങ്ങളിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് ഏകദേശം 10,000-ഓളം ATM-കൾ അവർ ഇപ്പൊ തന്നെ മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ടാറ്റ ഇൻഡിക്കേഷൻ എന്ന കമ്പനി ഏറ്റെടുത്തത് മൂലം ഇനി അവരുടെ നേതൃത്വത്തിലായിരിക്കും ടാറ്റ ഇൻഡിക്കേഷൻ എന്നുള്ള ബ്രാൻഡായിട്ടുള്ള ATM-കളൊക്കെ ഇനി കേരളത്തിലുടനീളം അല്ലെങ്കിൽ ഇന്ത്യയിലുടനീളം പ്രവർത്തിക്കാൻ പോകുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തന്നെ ഒരുപാട് മാറ്റങ്ങളും നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. അപ്പൊ നിരന്തരം കമ്പനിയുമായിട്ട് നെക്സസിന്റെ ഒരു മീറ്റിങ്ങും കാര്യങ്ങൾക്കും ഒക്കെ ഒരു ഫലപ്രാപ്തി ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ പല മാറ്റങ്ങളും ഈ ഒരു മേഖലയിൽ ATM-ന്റെ മേഖലയിൽ അവർ കൊണ്ടുവരാൻ പോവുകയാണ്. അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ളതാണ് ഞാനൊരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കമ്പനി ടാറ്റയിൽ നിന്നും ഫിൻഡിയിലേക്ക് മാറിയ സമയത്ത് നെക്സസിനുമായിട്ടുള്ള മീറ്റിംഗിൽ പ്രധാനമായിട്ടും ഞങ്ങൾ ആവശ്യപ്പെട്ട ഒരു കാര്യം മിഷന്റെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ, അല്ലെങ്കിൽ മിഷന്റെ മോഡല്, പുതിയൊരു മോഡൽ മിഷൻ വേണം എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യം. ആ ഒരു ആവശ്യം പ്രധാനമായിട്ടും പരിഗണിക്കപ്പെട്ടിരിക്കുകയാണ്. ഇനി മുതൽ ഇൻഡിക്കേഷ് ATM-കളെല്ലാം തന്നെ ടച്ച് സ്ക്രീൻ ആയിട്ടുള്ള ATM മെഷീനുകളാണ് ഇനി വരാൻ പോകുന്നത്. അതെല്ലാം ഫാക്ടറിയിൽ നിന്ന് വളരെ നല്ല രീതിയിൽ തന്നെ റീഫർബിഷ് ചെയ്ത് ക്ലിയർ ചെയ്ത് പെയിന്റിംഗ് ഒക്കെ ചെയ്ത് ഏറ്റവും നല്ല ATM-കളാണ് ഇനി മുതൽ വരാൻ പോകുന്നത്. NCR-ന്റെ മിഷൻ തന്നെയാണ് ഇനി എല്ലാവർക്കും സപ്ലൈ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് കമ്പനി അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി മുതൽ ഓർഡർ ചെയ്യുന്ന എല്ലാവർക്കും കിട്ടുക എന്തായിരിക്കും? ഈ ഒരു ടച്ച് സ്ക്രീൻ ആയിട്ടുള്ള ന്യൂ ജനറേഷൻ മോഡൽ ATM മെഷീൻ ആയിരിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഹെഡേക്ക് ഫ്രീ ആയിരിക്കും. ഏറ്റവും ന്യൂ ജനറേഷൻ സോഫ്റ്റ്വെയറും അതുപോലെ തന്നെ ന്യൂ ജനറേഷൻ OS-ഉം ഒക്കെ തന്നെയായിരിക്കും ആ ATM-ൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഹെഡേക്ക് ഫ്രീ ആയിട്ട് തന്നെ നല്ലൊരു ഓപ്പറേഷൻ നടത്തുവാൻ ഈ ഒരു ATM മുഖേന തന്നെ നമുക്ക് കഴിയും. അപ്പൊ അതുകൊണ്ട് തന്നെ ഫിൻഡി നമ്മുടെ ഒരു ആവശ്യം പരിഗണിച്ചുകൊണ്ട് നല്ല രീതിയിലുള്ള ATM മെഷീനുകൾ ഇനി മുതൽ ഇന്ത്യയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പൊ ഇനി മുതൽ ഓർഡർ ചെയ്യുന്ന ആളുകൾക്കൊക്കെ കിട്ടാൻ പോകുന്നത് ഈ ഒരു പുതിയ മോഡൽ ATM ആയിരിക്കും. അപ്പൊ അതിൽ പ്രൈസിംഗിൽ ചെറിയ ചേഞ്ചസ് വന്നിട്ടുണ്ട്. വലിയ അധികമായിട്ടൊന്നുമില്ല. അത് പ്രൈസിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ നമ്മുടെ ടീമുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങളോട് പറയും. അതേപോലെ തന്നെ റീഫണ്ടബിൾ ഡെപ്പോസിറ്റിന്റെ കാര്യത്തിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. റീഫണ്ടബിൾ ഡെപ്പോസിറ്റിലും നമ്മുടെ ഒരു ആവശ്യമായിരുന്നു വലിയൊരു എമൗണ്ട് തന്നെ റീഫണ്ടബിൾ ആയിട്ട് തരണം എന്നുള്ളത്. ഇപ്പം റീഫണ്ടബിൾ ആയിട്ട് വരുന്ന എമൗണ്ട് 75,000 ആയിട്ട് അവർ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതായത് ഒരു വർഷമാണ് കാലാവധി. ഒരു വർഷം കഴിഞ്ഞ് എപ്പോൾ സ്റ്റോപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും 75,000 റീഫണ്ടബിൾ കിട്ടുന്ന രീതിയിലേക്ക് ഈ ഒരു നിയമം പരിഷ്കരിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ATM സംരംഭം തുടങ്ങുന്ന ആളുകൾക്ക് ആശങ്കപ്പെടേണ്ടതില്ല. റീഫണ്ടബിൾ ആയിട്ട് വലിയൊരു എമൗണ്ട് തന്നെ തിരിച്ചു കിട്ടാനുള്ള ഒരു പ്രൊവിഷനും കൂടി കമ്പനി വെച്ചിട്ടുണ്ട്. പിന്നെ മറ്റൊരു ആവശ്യമായിരുന്നു UPI ട്രാൻസാക്ഷൻ. അതായത് കേരളത്തിൽ ഇപ്പൊ ഏറ്റവും കൂടുതലായിട്ട് UPI ട്രാൻസാക്ഷൻ നടന്നു വരികയാണ്. ഇപ്പൊ നമ്മുടെ പല ATM-കളിലും ഏകദേശം ടാറ്റ ഇൻഡിക്കേഷൻ ഒഴിച്ചിട്ട് ബാക്കി എല്ലാ ATM-കളിലും ഇപ്പൊ UPI സജീവമായി വന്നിട്ടുണ്ട്. EPS ബാങ്ക്സിന്റെ ATM-ലും ഇപ്പൊ ഒരു മാസം കൊണ്ട് തന്നെ UPI ഇന്റഗ്രേറ്റ് ചെയ്ത് വരാൻ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ UPI പ്രധാനമായിട്ടുള്ള ആവശ്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ATM കാർഡിൽ നിന്ന് വിഡ്രോവലിന് ഒരു പരിധികളുണ്ട്. UPI ആവുന്ന സമയത്ത് ഇപ്പം ഇതുവരെ RBI പരിധികളൊന്നും നിശ്ചയിച്ചിട്ടില്ല. നിശ്ചയിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ച് മാറ്റങ്ങൾ വരും. അപ്പോൾ UPI വിഡ്രോ ചെയ്യുന്നതിന് വളരെ എളുപ്പമാണ്. കാർഡ് ഇല്ലെങ്കിലും കാർഡിന്റെ ആവശ്യമില്ലാതെ തന്നെ UPI ഉപയോഗിച്ച് തന്നെ ക്യാഷ് വിഡ്രോ ചെയ്യാനുള്ള സംവിധാനം ഒരുവിധ എല്ലാ ATM-കളിലും ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ പ്രധാന ആവശ്യമായിരുന്നു ടെക്നോളജി കൂടുതലായിട്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അതിനുള്ളൊരു സംവിധാനം കൂടി ATM മെഷീനിൽ വരണമെന്നുള്ള ആവശ്യം ഫിൻഡി അതും അംഗീകരിച്ചിട്ടുണ്ട്. ഏകദേശം 1-2 മാസത്തിനുള്ളിലായിട്ട് ടാറ്റ ഇൻഡിക്കേഷന്റെ മെഷീനുകളിലെല്ലാം ഈ ഒരു UPI സിസ്റ്റം കൊണ്ടുവരാൻ പോവുകയാണ്. ഇനി വരുന്ന പുതിയ മെഷീനുകളിലൊക്കെ UPI-യോട് കൂടി ആയിരിക്കും വരിക. വിത്തിൻ ഒരു 2 മന്ത്സിനുള്ളിലായിട്ട് ഇതിനുള്ള സംവിധാനങ്ങളൊക്കെ തയ്യാറാക്കാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ മുടക്കുന്ന തുകയ്ക്ക് നല്ലൊരു വരുമാനം നിങ്ങൾക്ക് ഉറപ്പുവരുത്താൻ കഴിയുന്ന ഒരു സംവിധാനമാണ് ഇനി ഇൻഡിക്കേഷ് ATM-ലൂടെ നിങ്ങൾക്ക് ഏവർക്കും ലഭിക്കാൻ പോകുന്നത്. അതായത് നോർമലി കമ്മീഷനിൽ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. കമ്മീഷൻ ഇപ്പോൾ നോർമലി ഉള്ളതുപോലെ തന്നെ ഓരോ ട്രാൻസാക്ഷനും 8 രൂപ എന്നുള്ള രീതിയിൽ തന്നെയാണ്. അത് ഓരോ വിഡ്രോവലിന് 8 രൂപ. അതിന് UPI വഴിയാണെങ്കിലും ഇനി കാർഡ് വഴിയാണെങ്കിലും 8 രൂപ തന്നെയായിരിക്കും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ UPI ഇനി ഇതിനകത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതുവഴിയും കസ്റ്റമേഴ്സിന് പണം പിൻവലിക്കാനുള്ള സംവിധാനം വരുന്നുണ്ട്.
അതേപോലെ തന്നെ നോൺ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ, ബാലൻസ് എൻക്വയറി, മിനി സ്റ്റേറ്റ്മെന്റ്, പിൻ ചേഞ്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ 2 രൂപ തന്നെയാണ് കമ്മീഷനായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പൊ അതിൽ മാറ്റങ്ങളൊന്നും വരുന്നില്ല. പക്ഷെ മെഷീന്റെ ക്വാളിറ്റിയിലാണ് ഓൾ ഓവർ ആയിട്ടുള്ള മാറ്റങ്ങൾ വരുന്നത്. അതുപോലെ പുതിയ ഫീച്ചർ ആയിട്ടുള്ള UPI കൂടി ആക്റ്റീവ് ആവാൻ പോവുകയാണ് എന്നുള്ളതാണ് കമ്പനിയിൽ നിന്ന് അറിയിപ്പ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇനി ഈ ഒരു ഇൻഡികാഷ് ATM എടുക്കാൻ ഇനിയൊന്നും അടിച്ചു നിൽക്കേണ്ട കാര്യമില്ല. വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഓണർഷിപ്പ് എടുക്കാവുന്നതാണ്. ഈ ATM ബിസിനസിന്റെ തന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതൊരു പാസീവ് ഇൻകം ജനറേറ്റർ ആണ്. അതായത് നിങ്ങൾക്കൊരു ഷോപ്പ് ഉണ്ടെങ്കിൽ ആ ഷോപ്പിന് അടുത്ത് തന്നെ നിങ്ങൾക്ക് ഒരു ചെറിയൊരു സ്പേസ് ഉണ്ടെങ്കിൽ, ഒരു 35 സ്ക്വയർ ഫീറ്റ് സ്പേസ് ഉണ്ടെങ്കിൽ, അതാണ് ഇൻഡികാഷിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത. ഏറ്റവും കുറഞ്ഞ സ്പേസ് മതി. മറ്റ് കമ്പനികളൊക്കെ കൂടുതൽ സ്പേസ് ആവശ്യപ്പെടുന്നുണ്ട്, 45, 50, 70 സ്ക്വയർ ഫീറ്റ് വരെ ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ ഇൻഡികാഷ് ATMന് 35 സ്ക്വയർ ഫീറ്റോളം സ്പേസ് ഉണ്ടെങ്കിൽ ഒരു കോണി റൂമിനകത്താണെങ്കിൽ പോലും നിങ്ങൾക്ക് അത് സെറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. കാരണം നിങ്ങൾക്ക് കുറഞ്ഞ സ്പേസ് മതി, അപ്പം തന്നെ നിങ്ങളുടെ വാടകയും കുറയും. അതായത് നിങ്ങളുടെ മാസത്തിലുള്ള ചെലവുകളും കുറയുന്ന രീതിയിലേക്കാണ് ഈ ഒരു സംവിധാനം വരാൻ പോകുന്നത്. അപ്പൊ ഈ ATMന്റെ കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ATM മെഷീൻ, അതേപോലെ തന്നെ അതിന്റെ ഇൻസ്റ്റലേഷൻ, പിന്നെ അതുപോലെ തന്നെ സ്റ്റിക്കറുകൾ, പിന്നെ മെയിൻ ബോർഡ്, ഇങ്ങനത്തെ കാര്യങ്ങളും, അതുപോലെ തന്നെ ഒരു വൈഫൈ ക്യാമറയും, പിന്നെ UPS 5 വർഷം വാറണ്ടിയുള്ള UPS ബാറ്ററി, ഇത്രയും കാര്യങ്ങളാണ്. അത് പുതിയ ബാറ്ററിയും അതുപോലെ തന്നെ UPS ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ATMന്റെ കൂടെ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾ ഒരുക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു 35 സ്ക്വയർ ഫീറ്റ് റൂം, അതിലൊരു ഗ്ലാസ് ഡോർ ഒക്കെ വെച്ച് ഒരു 24 hours ഓപ്പൺ ആക്കാൻ പറ്റുന്ന രീതിയിൽ ആ ഒരു ബൂത്ത് സജ്ജമാക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഒരു വൈറ്റ് പെയിന്റ് ഒക്കെ അടിച്ചുകൊണ്ട് അതൊന്ന് സെറ്റാക്കി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ATM എന്നുള്ളൊരു ബിസിനസ് തുടങ്ങാം. നിങ്ങൾക്ക് മറ്റു ജോലികൾക്കൊപ്പം തന്നെ വളരെ പാസീവായിട്ടൊരു ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള ഒരു മോഡലാണ് ATM. ഇപ്പൊ തന്നെ കേരളത്തിൽ ATM ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ നല്ലൊരു പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ട് അതിനൊപ്പം തന്നെ. അപ്പൊ നമ്മൾ കുറച്ച് ശ്രദ്ധ കൊടുക്കണം. അധികം ടെക്നിക്കൽ നോളജ് ഒന്നും ഇതിന് ആവശ്യമില്ല. കാരണം ഇതിന്റെ ബാക്ക് എൻഡ് ടെക്നിക്കൽ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിന്റെ സർവീസും കാര്യങ്ങളൊക്കെ കമ്പനി തന്നെയാണ് ചെയ്യുന്നത്. അതിന് നിങ്ങൾക്ക് വേറെ എക്സ്പെൻസോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. നിങ്ങൾ ചെയ്യേണ്ടത് ഫസ്റ്റ് ലെവൽ മെയിൻ്റനൻസ് ആണ്. ഈ ഒരു ബൂത്തിലേക്കുള്ള പവർ നിങ്ങൾ ഉറപ്പാക്കുക. ഇന്റർനെറ്റ് കമ്പനിയാണ് തരുന്നത്, അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിന് വേറെ എമൗണ്ട് ചെലവഴിക്കേണ്ട കാര്യമില്ല. അപ്പോൾ പ്രധാനമായിട്ടും നിങ്ങൾക്ക് വരുന്ന എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ റൂമിന്റെ റെന്റും അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ചാർജും, ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ നോക്കേണ്ടത്. പിന്നെ ഒരു കറണ്ട് അക്കൗണ്ട് വേണം. ഈ കറണ്ട് അക്കൗണ്ട് വഴിയാണ് നിങ്ങൾക്ക് ട്രാൻസാക്ഷനും കാര്യങ്ങളൊക്കെ ഈ ഒരു മെഷീനകത്തേക്ക് ക്യാഷ് ലോഡ് ചെയ്യലും നിങ്ങൾക്ക് അത് ഇൻഡന്റ് ആയിട്ട് തിരിച്ചു വരലും എല്ലാ കാര്യങ്ങളും നടക്കുന്നത് ഈ ഒരു കറണ്ട് അക്കൗണ്ട് വഴിയാണ്. കമ്മീഷൻ നിങ്ങളുടെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും എല്ലാ മാസവും വരിക. അപ്പൊ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും ന്യൂ ജനറേഷൻ മോഡൽ ഒരു ടച്ച് സ്ക്രീൻ ATM ആണ് ഇനി വരാൻ പോകുന്നത്. അതുപോലെ തന്നെ പുതിയ സാങ്കേതിക വിദ്യകളും അതിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പോവുകയാണ്. UPI ഉൾപ്പെടെയുള്ള ട്രാൻസാക്ഷൻ കാര്യങ്ങളും വരാൻ പോവുകയാണ്. ടാറ്റ കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് പേയ്മെന്റ് സൊല്യൂഷൻസ് എന്ന വലിയൊരു കമ്പനിയെ ഏറ്റെടുത്ത് നടത്തുന്ന ഈ ഫിൻഡി നിസ്സാരക്കാരൊന്നുമല്ല. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ഒരുപാട് ബാങ്കുകളുടെ ബാക്ക് എൻഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ് അത്. അതുകൊണ്ട് തന്നെ ഈ ഫീൽഡിൽ അവർ അഗ്രഗണ്യന്മാരും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളുമാണ്. നല്ല ടെക്നീഷ്യൻസും അവരുടെ കൂടെ തന്നെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ ഹെഡേക്ക് ഫ്രീ ആയിട്ട് നമുക്ക് നടത്താൻ പറ്റുന്ന ഒരു ബിസിനസ് ആയിരിക്കും ഈ ഒരു ഇൻഡികാഷ് എന്നുള്ള ഒരു ATM ബിസിനസ്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ സ്പേസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ ഒരു ATMന്റെ ഒരു ഭാഗമാകാം. വളരെ കുറഞ്ഞ ഇൻവെസ്റ്റ്മെന്റ് മാത്രമേ ഉള്ളൂ. പിന്നെ മെഷീനിലേക്ക് ഇടാനുള്ള വർക്കിംഗ് ക്യാപിറ്റൽ നിങ്ങൾ കണ്ടെത്തണം. നിങ്ങളുടെ നാട്ടിലുള്ള ട്രാൻസാക്ഷൻ അനുസരിച്ച് അത് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. ഇനി ഇതിന്റെ കൂടുതൽ വിവരങ്ങളൊക്കെ അറിയാൻ വേണ്ടി താഴെ തന്നിരിക്കുന്ന നമ്മുടെ സപ്പോർട്ട് നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യുക. അവർ നിങ്ങൾക്ക് വേണ്ട എല്ലാ ഇൻഫർമേഷനും നൽകുന്നതായിരിക്കും. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. I am signing off, Sajith Nair. Thank you.